സോ നമ്മളുടെ അടുത്ത തിയറം കോഷ്യസ് തിയറം ഫോർ എ ഡിസ്ക് ആണ്. സോ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്, സപ്പോസ് നമുക്കൊരു ഓപ്പൺ ഡിസ്ക് ഡെൽറ്റ തന്നിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ഡിസ്ക് ആണ്, ബൗണ്ടറിയിൽ ഓപ്പൺ ഡിസ്ക് ആയിട്ടാണുള്ളത്. സോ ഒരു ഓപ്പൺ ഡിസ്ക് ഡെൽറ്റ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഈ ഒരു ഓപ്പൺ ഡിസ്കിൽ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പൺ ഡിസ്കിനകത്തുള്ള ഒരു ക്ലോസ്ഡ് കർവാണ് ഗാമ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഡിസ്കിനകത്ത് അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ക്ലോസ്ഡ് കർവ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് കർവിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. സോ സപ്പോസ് നമ്മളൊരു ഓപ്പൺ ഡിസ്ക് ഡെൽറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ സെൻറ്റർ. എക്സ് വൈ എന്ന് പറയുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു റാൻഡം പോയിൻറ്റ്, ഡെൽറ്റയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു റാൻഡം പോയിൻറ്റ്. നമ്മൾ എക്സ് നോട്ട് വൈ നോട്ടിനെയും എക്സ് വൈനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതായത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിനോടും വെർട്ടിക്കൽ ആക്സിസിനോടും പാരലൽ ആയിട്ടുള്ള പോളിഗണൽ പാത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ആദ്യം വേണമെങ്കിൽ ഹൊറിസോണ്ടലി പോയിട്ട് വെർട്ടിക്കലി പോകാം, അല്ലെങ്കിൽ വെർട്ടിക്കലി പോയിട്ട് ഹൊറിസോണ്ടലി പോകാം. സോ എക്സ് നോട്ടിൽ നിന്ന് ആദ്യം നമ്മൾ ഹൊറിസോണ്ടലി പോയി പിന്നെ വെർട്ടിക്കലി പോകുന്ന പാത്തിനെ ഞാനിപ്പം സിഗ്മ ഡാഷ് എന്നും, അതുപോലെ തന്നെ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് വെർട്ടിക്കലി പോയി പിന്നെ ഹൊറിസോണ്ടലി പോകുന്ന പാത്തിനെ ഞാൻ സിഗ്മ എന്നും വിളിച്ചു. ഇങ്ങനെ ഇപ്പം നമ്മൾ രണ്ട് പാത്തിനെ കൺസിഡർ ചെയ്യാണ്. നൗ സപ്പോസ് നമ്മളിപ്പം ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ, അതായത് നമ്മുടെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് എക്സ് നോട്ട് വൈയിലേക്കും അതിനുശേഷം എക്സ് നോട്ട് വൈയിൽ നിന്ന് എക്സ് വൈയിലേക്കും പോകുന്ന ഈ ഒരു പാത്തിനെയാണ് നമ്മൾ സിഗ്മ എന്ന് വിളിച്ചത്. സോ ആ സിഗ്മയിൽ ഞാനിപ്പം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അതായത് ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിന് ഞാനിപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിന് ഇങ്ങനെ എഴുതത്തില്ലേ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഇവിടെ ഞാനിപ്പം ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. സോ ഫോർ ഓൾ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ ഇതിനെ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആദ്യം നമ്മളിപ്പം ഈ സിഗ്മ എന്ന് പറയുന്ന ഈ ഒരു പാത്തിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ഇത് വെർട്ടിക്കലിയാണ് മൂവ് ചെയ്യുന്നത്. അതായത് വൈക്ക് അവിടെ ചേഞ്ച് വരുന്നുണ്ട്, എക്സിനാണ് അവിടെ ചേഞ്ച് ഇല്ലാത്തത്. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എക്സിന് ചേഞ്ച് വരുന്നുണ്ട്, പക്ഷേ വൈക്ക് അവിടെ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ വൈക്ക് ചേഞ്ച് വരുന്നില്ലെങ്കിൽ അവിടുത്തെ ഡി വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്തിൻ്റെ അകത്ത് ഡി വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നായിരിക്കും നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് ആക്ച്വലി എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് പ്ലസ് ഐ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി വൈനെ നമ്മൾ തൊട്ട് മുന്നിൽ എഴുതിയായിരുന്നു. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് വൈക്ക് ചേഞ്ച് ഇല്ല, വൈ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. സോ ഈ ടൈം മൊത്തത്തിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് എന്ന് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിനെ ഞാനിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഞാൻ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡോ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ രണ്ട് പാത്ത് എടുത്തിട്ടുണ്ട്, എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് എക്സ് വൈയിലേക്കുള്ളത് സിഗ്മയും സിഗ്മ ഡാഷും. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് പാത്തിനെയും കൂടി ഞാനിപ്പോൾ ഒന്ന് ഒരുമിച്ച് എഴുതുകയാണെന്ന് വിചാരിക്കാം. അതായത് എക്സ് നോട്ടിൽ നിന്ന് ഞാനിപ്പം എക്സ് വൈയിലേക്ക് ഈ ഒരു പാത്തിൽ കൂടി വന്നു. അതിനുശേഷം എനിക്ക് തിരിച്ചുള്ള ഡയറക്ഷനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താനായിട്ട് പറ്റും. അപ്പം ഇത് നമുക്ക് സിഗ്മ അല്ലെങ്കിൽ ഇത് നമുക്ക് സിഗ്മയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഇതിനിപ്പം ഈ ഓറിയൻറ്റേഷൻ ആണെങ്കിലാണ് സിഗ്മ ഡാഷ്. സോ തിരിച്ച് അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ നമുക്ക് മൈനസ് സിഗ്മ ഡാഷ് എന്ന് വരും. സോ സിഗ്മയും സിഗ്മ ഡാഷും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മൊത്തത്തിലൊരു കർവ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് റെക്റ്റാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് സിഗ്മ പ്ലസ് മൈനസ് സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞാൽ സോ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് റെക്റ്റാങ്കിളാണ്. സോ അതൊരു ക്ലോസ്ഡ് റെക്റ്റാങ്കിളാണ്. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ അനലിറ്റിക് ആണ്. സോ നമുക്ക് കോഷ്യസ് തിയറം ഉപയോഗിച്ചിട്ട് എന്ത് പറയാം, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ മൈനസ് സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഇതിന് നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്
പ്ലസ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഇതിനെ നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ വിച്ച് ഇംപ്ലൈസ് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് നമുക്ക് എഴുതാം. സോ വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ വാല്യൂവിനാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയാം. സോ അടുത്തത് അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് ക്യാപിറ്റൽ ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ സിഗ്മ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു പോളിഗണൽ പാത്തിനെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് ആദ്യം ഹൊറിസോണ്ടലി പിന്നെ വെർട്ടിക്കലി പോകുന്നൊരു പാത്താണത്. അപ്പം ഇവിടെ ആദ്യം നമുക്ക് ആ ഒരു ഇതിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ്, അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സിന് അവിടെ ചേഞ്ച് സംഭവിക്കുന്നില്ല. എക്സ് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് പഠിച്ചത്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് പ്ലസ് ഐ എഫ് ഓഫ് എക്സ് ഡി ഐ എഫ് ഓഫ് ഇസഡ് ഡി വൈ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഡി എക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെഗ്മെൻറ്റിൽ 0 ആകുകയാണെങ്കിൽ ഈ ഒരു ടേം കംപ്ലീറ്റ്ലി 0 ആകും. പിന്നെ ബാക്കി ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ that is I f of z dy എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതിനകത്ത് നിന്ന് ഇതിനെ ഐ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഐ ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഐ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് നമുക്ക് കിട്ടും. സോ ഈ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഐ ഡോ എഫ് ബൈ ഡോ വൈ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സി ആർ ഇക്വേഷനിലേക്കാണ് എത്തുന്നത്. സോ സി ആർ ഇക്വേഷനിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അനലിറ്റിക് ഫംഗ്ഷനായിട്ട് കിട്ടും. സോ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷനായിട്ട് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഈ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും നമുക്ക് കിട്ടുന്നത് സ്മോൾ എഫ് ഓഫ് ഇസഡ് ആണെന്ന് അറിയാം. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഡിസ്കിൽ അനലിറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് ഇസഡ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഐ എഫ് ഓഫ് ഇസഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് സ്മോൾ എഫ് ഓഫ് ഇസഡ് ആണ് കിട്ടുന്നത്. ഇത് ഓൾറെഡി അനലിറ്റിക് ആണ് ഡെൽറ്റയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക്കുമാണ്, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു അനലിറ്റിക് ഫംഗ്ഷനായിട്ട് കിട്ടും, കാരണം ഇത് സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ നമ്മുടെ ഓപ്പൺ ഡിസ്കിൽ അനലിറ്റിക്കാണ്. അതുപോലെ തന്നെ എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്, ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് ഐ എഫ് ഓഫ് ഇസഡ് ആണ്, ഐ എഫ് ഓഫ് ഇസഡ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പൺ ഡിസ്കിനകത്ത് അനലിറ്റിക്കാണ്. സോ എഫ് ഓഫ് ഇസഡും ഐ എഫ് ഓഫ് ഇസഡും അനലിറ്റിക്കുമാണ്, അത് കണ്ടിന്യൂസുമാണ്. അപ്പം നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് നമുക്കിപ്പം സ്മോൾ എഫ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ്, അതായത് സി എന്ന് പറയുന്ന കർവിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരു എൻഡ് പോയിൻറ്റും ഉണ്ടെങ്കിൽ സപ്പോസ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഡബ്ല്യൂയും എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇസഡും ആണെങ്കിൽ എഫ് ഓഫ് ഡബ്ല്യു അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. അതായത് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് ഒരു കർവ് ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു, അതായത് എൻഡ് പോയിൻറ്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഗാമ
എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ്, അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗാമ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ക്ലോസ്ഡ് കർവാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും സെയിം തന്നെയാണ്. സോ എഫ് ഓഫ് എന്താണോ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് മൈനസ് എഫ് ഓഫ് അതിൻ്റെ എൻഡ് പോയിൻറ്റ്. സോ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷനായിട്ട് കിട്ടി. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സ്മോൾ എഫ് ആണെന്ന് നമുക്കറിയാം. സ്മോൾ എഫ് അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് ഇസഡും എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഇനി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എഫ് ഓഫ് അതിൻ്റെ എൻഡ് പോയിൻറ്റ് മൈനസ് എഫ് ഓഫ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സോ സി എന്ന് പറയുന്നത് ഏതൊരു കർവ് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ഗാമ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പൺ ഡിസ്കിനകത്ത് ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് കർവായിട്ട് എടുക്കുകയാണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ്. സോ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ചിട്ട് എഫ് ഓഫ് അതിൻ്റെ എൻഡ് പോയിൻറ്റ് മൈനസ് എഫ് ഓഫ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ സെയിം വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ കോഷീസ് തിയറം ഫോർ റെക്റ്റാങ്കിളിനകത്ത് ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞതുപോലെ തന്നെ ഡിസ്കിൻ്റെ കേസിൽ നമുക്കൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതായത് സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പൺ ഡിസ്കിനകത്തെ എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ അനലിറ്റിക് അല്ല എന്ന് വിചാരിക്കുക. അതായത് കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ മാത്രം ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പം അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന മൊത്തത്തിലുള്ള ഡിസ്ക്കാണ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി നമ്മൾ എടുക്കുന്ന കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ ഡിസ്കിനെയാണ് ഞാനിപ്പോൾ ഡെൽറ്റ ഡാഷ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഒരു അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സിനെ ഞാൻ സീറ്റ ജെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു സീറ്റ ജെ ഇസഡ് മൈനസ് സീറ്റ ജെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അതായത് നമ്മുടെ ഓപ്പൺ ഡിസ്കിനകത്ത് ഏതൊരു ഗാമ എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് എടുത്തു കഴിഞ്ഞാലും അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ അതൊരു ഓപ്പൺ ഡിസ്ക് ഡെൽറ്റ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഡെൽറ്റയുടെ സെൻറ്റർ പോയിൻ്റാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റ്. എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കിലെ ബൗണ്ടറിയിലെ ഒരു പോയിൻ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് നോട്ട് വൈ നോട്ടിൽ തന്നെ എക്സ് വൈയിലേക്ക് നമുക്ക് പോളിഗണൽ പാത്തിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഹൊറിസോണ്ടൽ ആക്സിസിനോട് പാരലായിട്ടും വെർട്ടിക്കൽ ആക്സിസിനോട് പാരലായിട്ടും നമുക്കൊരു പോളിഗണൽ പാത്തിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സപ്പോസ് ഇപ്പോൾ 3 ലൈൻ സെഗ്മെൻറ്റ്സ് ഉള്ള പാത്തായിട്ടാണ് നമ്മളിവിടെ ആ പാത്തുകളെ നമ്മൾ എടുക്കുന്നത്. അതായത് എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് എക്സ് വൈയിലേക്ക് ആദ്യം ഒരു ഹൊറിസോണ്ടൽ, പിന്നെ വെർട്ടിക്കൽ, പിന്നെ ഒരു ഹൊറിസോണ്ടൽ, അങ്ങനെ പോകുന്ന ഒരു പാത്തിനെ ഞാനിപ്പോൾ സിഗ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, പിന്നെ വെർട്ടിക്കൽ, അങ്ങനെ പോകുന്ന പാത്തിനെ ഞാനിപ്പോൾ സിഗ്മ ഡാഷ് എന്ന് വിളിക്കുന്നു. അങ്ങനെ നമ്മൾ 2 പാത്തിനെ ചൂസ് ചെയ്തു. ഈ പാത്തിനെ ചൂസ് ചെയ്യുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ്, ആ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് അല്ലെങ്കിൽ അനലിറ്റിക് അല്ലാത്ത ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്ത് വരുന്നത് പോലെയാണ് നമ്മൾ ഈ റെക്റ്റാങ്കിളിനെ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാത്തിനെ ചൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ 2 കേസായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സപ്പോസ് നമ്മുടെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്ന ലൈന്. സോ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ലൈനാണ്. അതേപോലെ വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്ന ലൈന്. സോ വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്ന ലൈന് ഇതാണ്. അപ്പം ഈ രണ്ടിടത്തും, അതായത് ഈ 2 ലൈൻസിലും എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിലും വൈ ഈക്വൽ ടു വൈ നോട്ടിലും എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അതാണ് നമ്മളുടെ ഒന്നാമത്തെ കേസായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിലും വൈ ഈക്വൽ ടു വൈ നോട്ടിലും നമുക്ക് എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ 2 പോളിഗണൽ പാത്തിനെ അവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ പോളിഗണൽ പാത്തിൽ കൂടി ഒന്നും തന്നെ എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഇല്ല. ഈ 2 റെക്റ്റാങ്കിൾസിൻ്റെ ഇൻറ്റീരിയറിലായിട്ടാണ് എക്സെപ്ഷണൽ പോയിൻറ്റ്സ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സിഗ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് ഹൊറിസോണ്ടൽ ആയിരിക്കും, സിഗ്മ ഡാഷിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് വെർട്ടിക്കലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ സ്മോൾ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. പിന്നെ നമ്മൾ നേരത്തെ പ്രൂഫ് പറഞ്ഞതുപോലെ ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് നമുക്കറിയാം. അതായത് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആണെന്ന് നമുക്കറിയാം. സോ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് പ്ലസ് ഐ എഫ് ഓഫ് ഇസഡ് ഡി വൈ.
ഇനി നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്ന സിഗ്മ എന്ന് പറയുന്ന ഈ ഒരു പാത്തിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് വൈ ആക്സിസിനോട് പാരലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈ എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ വൈക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ ഡി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഈ ഒരു ടേം എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഇപ്പം സിഗ്മ എന്ന് പറയുന്ന നമ്മുടെ പാത്തും സിഗ്മ ഡാഷ് എന്ന് പറയുന്ന പാത്തും ഉണ്ട്. സോ സിഗ്മ മൈനസ് സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞാൽ അതായത് സിഗ്മ പ്ലസ് മൈനസ് ഓഫ് സിഗ്മ ഡാഷ്. അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. സോ സിഗ്മ ഡാഷിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. സപ്പോസ് അതിൻ്റെ ഡയറക്ഷൻ ഞാൻ തിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ട്രാവൽ ചെയ്ത് x0 y0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും. സോ സിഗ്മ പ്ലസ് മൈനസ് സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് 2 റെക്റ്റാങ്കിൾസ് അവിടെ നമുക്ക് കിട്ടും. അപ്പം ഈ 2 റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോഷീസ് തിയറത്തിൻ്റെ നമ്മൾ റെക്റ്റാങ്കിൾ കേസിനകത്ത് എക്സെപ്ഷണൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞെന്തായിരുന്നു, അതായത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് എക്സെപ്ഷണൽ പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ മൈനസ് സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി സെഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ മൈനസ് സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് ഇസഡ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡാഷ് എഫ് ഓഫ് ഇസഡ് dz which is equal to 0 എന്ന് കിട്ടും, which implies integral over sigma f of z dz equal to integral over sigma dash f of z dz എന്ന് കിട്ടും. So which implies f of z equal to integral over sigma dash f of z dz. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ integral over sigma f of z dz ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പോളിഗണൽ പാത്ത് ഉണ്ടല്ലോ, ഒരു പോളിഗണൽ പാത്തിൻ്റെ അവസാനത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത്. അപ്പം ആ ഒരു എക്സ് ആക്സിസിനോട് പാരലായിട്ടാണ് പോകുന്നത്. സോ എക്സ് ആക്സിസിനോട് പാരലാണെങ്കിൽ അവിടെ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ആ ഒരു ഡി എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഐ എഫ് ഓഫ് ഇസഡ് ഡി വൈ എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഐ എഫ് ഓഫ് ഇസഡ് എന്ന് നമുക്ക് കിട്ടും. സോ ഐ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് നമുക്ക് കിട്ടും. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് സ്മോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ സ്മോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് കിട്ടി. സോ രണ്ടിനെ ഇക്വേറ്റ് ചെയ്താൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഐ ഉണ്ട് ഇവിടെ, മൈനസ് ഐ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് നമുക്ക് കിട്ടും. ഇത് CR ഇക്വേഷൻസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ നേരത്തെ തിയറത്തിനകത്ത് പറഞ്ഞതുപോലെ, നേരത്തെ പ്രൂഫിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ ഇത് CR ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പൺ ഡിസ്കിനകത്ത് ഒരു അനലറ്റിക് ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എഫ് ഓഫ് ഇസഡ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് മൈനസ് ഐ അല്ലെങ്കിൽ ഐ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ആണ്, ഡെൽറ്റയിലല്ല. ഡെൽറ്റ ഡാഷിൽ അത് അനലറ്റിക് ആണ്. കാരണം ഡെൽറ്റയ്ക്കകത്ത് അതിൻ്റെ എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഡെൽറ്റ ഡാഷിൻ്റെ അകത്ത് എക്സെപ്ഷണൽ പോയിൻറ്റ്സിനെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്ന ഓപ്പൺ ഡിസ്ക് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് അനലറ്റിക് ആണ്. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ഡാഷിനകത്ത് അനലറ്റിക് ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് ഇസഡും ഐ എഫ് ഓഫ് ഇസഡും കണ്ടിന്യൂസും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സം ക്ലോസ്ഡ് കർവ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സം ക്ലോസ്ഡ് കർവ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഇനി സിയുടെ എൻഡ് പോയിൻ്റ് ഏതാണോ ആ എൻഡ് പോയിൻ്റ് മൈനസ് എഫ് ഓഫ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്താണോ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഇപ്പം സപ്പോസ് ഞാൻ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് നോക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്, നമ്മളിപ്പോൾ ഡെൽറ്റ ഡാഷിലാണ് സംസാരിക്കുന്നത്. സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗാമ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഡിസ്കിനകത്ത് ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്ന ഓപ്പൺ ഡിസ്കിനകത്ത് ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് കർവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ക്ലോസ്ഡ് കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും അപ്പോൾ സെയിം ആയിരിക്കും. അതായത് എഫ് ഓഫ് അതിൻ്റെ എൻഡ് പോയിൻറ്റ് മൈനസ് എഫ് ഓഫ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഓക്കെ, അപ്പം ഈ വാല്യൂ എന്ന് പറയുന്നത് രണ്ടും സെയിം ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 0 ആയിരിക്കും കിട്ടുന്നത്.
അടുത്ത നമ്മുടെ കേസാണ്. സപ്പോസ് നമ്മുടെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ലൈനിലോ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്ന ലൈനിലോ എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കേസ് എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എടുത്ത കേസിനകത്ത് നമ്മുടെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിലും വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസിനകത്ത് എക്സെപ്ഷണൽ പോയിൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സപ്പോസ് ഇവിടെ ഇപ്പം ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, ഇതാണ് നമ്മുടെ വൈ ഈക്വൽ ടു വൈ നോട്ട്. സപ്പോസ് ഈ ഒരു പോയിൻ്റ് ഒരു എക്സെപ്ഷണൽ പോയിൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് നേരത്തെ കേസിനോട് അതൊരു സിമിലർ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് എക്സെപ്ഷണൽ പോയിൻ്റ് വരുന്നത് പോലെ നമുക്കതിനെ കൊണ്ടെത്തിക്കണം. അപ്പോൾ അങ്ങനെ റെക്റ്റാങ്കിളിനകത്ത് എക്സെപ്ഷണൽ പോയിൻറ്റിനെ കൊണ്ടെത്തിക്കണമെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ 3 ലൈൻ സെഗ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിൾസിനെ ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ നമ്മളൊരു 4 ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് റെക്റ്റാങ്കിൾസിനെ ഉണ്ടാക്കുന്നത്. സോ എക്സ് നോട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ഒരു 4 ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് വരുന്ന ഈ ഒരു പാത്തിനെ ഞാനിപ്പം സിഗ്മ ഡാഷ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഈ ഒരു പാത്തിനെ ഞാൻ സിഗ്മ എന്ന് വിളിച്ചു. അപ്പം ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഈ സീറ്റ എന്ന് പറയുന്ന എക്സെപ്ഷണൽ പോയിൻറ്റ് ഏതെങ്കിലും റെക്റ്റാങ്കിളിൻ്റെ അകത്തായിട്ട് വരുന്നത് പോലെയായിട്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് നേരത്തെ കേസ് തന്നെ ആയിട്ടുണ്ട്. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്ത് എക്സെപ്ഷണൽ പോയിൻറ്റ് വരുന്ന കേസ്, അത് നമ്മളുടെ കേസ് 1ഉമായിട്ട് സിമിലറാണ്. സോ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് പിന്നെ അതിൻ്റെ പ്രൂഫിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു കൺസ്ട്രക്ഷനിൽ മാത്രം നമുക്കൊരു വ്യത്യാസം വരുന്നതേ ഉള്ളൂ. സോ നമ്മുടെ അടുത്ത ലെമ്മ പറയുന്നത്, സപ്പോസ് നമുക്ക് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റീജിയനകത്ത് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗാമ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ട്. ഈ ഗാമ എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗാമ എയിൽ കൂടി പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് പറയുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2πi ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് നോക്കാം. സോ നമുക്ക് ഈ ലെമ്മയുടെ പ്രൂഫിലേക്ക് നോക്കാം. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഗാമ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്ലോസ്ഡ് കർവിനെ പാരാമെട്രിക് ഫോമിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഒരു സിംഗിൾ വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, നമ്മുടെ ഗാമ എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവിനെ നമ്മൾ എടുക്കുന്നു. അതിനെ ഞാൻ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി വേർ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ടിയുടെ വാല്യൂ ഇവിടെ ആൽഫ തൊട്ട് ബീറ്റ വരേക്കുമാണ് നമ്മളുടെ ടിയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. എന്നിട്ട് അത് ഞാനിപ്പം ഇസഡ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് ഗാമ എന്ന് പറയുന്ന കർവ്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ ഇസഡ് ഓഫ് ആൽഫ എന്ന് പറയുന്നതും ഇസഡ് ഓഫ് ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. കാരണം ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെ ആയിരിക്കും എൻഡ് പോയിൻറ്റും. അതുകൊണ്ട് തന്നെ ഇസഡ് ഓഫ് ആൽഫയുടെയും ഇസഡ് ഓഫ് ബീറ്റയുടെയും വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അപ്പം ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, ദാറ്റ് ഈസ് എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം ആൽഫ ടു ടി. നിങ്ങളുടെ നോട്ടിനകത്തത് ആൽഫ ടു ബീറ്റ ആണ് കിടക്കുന്നത്, പക്ഷേ ആൽഫ ടു ടി ആണ്. ആൽഫ ടു ടി ഇസഡ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് ഓഫ് ടി മൈനസ് എ ഡി ടി വേർ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. അപ്പോൾ ഈ ടി അല്ല ഇത്, അതായത് ഇവിടെ വേരിയബിളിന് വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ലിമിറ്റാണ്. ഓക്കെ, ഇവിടെ എന്ത് വാല്യൂ ആണോ, അതായത് ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിൽ വരുന്ന ഏതൊരു വേരിയബിളിനെയാണ് ഞാൻ ഇവിടെ ടി എന്നും കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പം ഈ ഒരു എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടി നമ്മുടെ ഈ ഒരു ഗാമ പാസ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമൊന്നും തന്നെ വരുന്നില്ല. സോ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എച്ച് ഓഫ് ആൽഫ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ടിയുടെ സ്ഥാനത്ത് ഞാനിപ്പോൾ ആൽഫ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ലിമിറ്റ് ഞാനിപ്പം ഈ ടിയുടെ സ്ഥാനത്ത് ആൽഫ ഇട്ട് കൊടുത്തു. അപ്പം ഇൻറ്റഗ്രൽ ഫ്രം ആൽഫ ടു ആൽഫ ഇസഡ് ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ ഇസഡ് ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഫ്രം ആൽഫ ടു ആൽഫ എന്ന് പറയുമ്പോൾ വാല്യൂ നമുക്കവിടെ 0 കിട്ടും. ഇനി അടുത്തത് എച്ച് ഓഫ് ബീറ്റ എടുക്കുകയാണ്, അതായത് അവസാനത്തെ വാല്യൂവിൻ്റെ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ടിക്ക് പകരമായിട്ട് നമുക്ക് ബീറ്റ വരും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം ആൽഫ ടു ബീറ്റ ഇസഡ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ ഇസഡ് എന്ന് പറയുന്ന എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ, അതായത് ഗാമ എന്ന് പറയുന്ന കർവിലെ കോംപ്ലക്സ് നമ്പേഴ്സാണ് നമ്മൾ ഇസഡ് എങ്കിൽ, ആ ഇസഡിനെ നമ്മൾ ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തതാണ് പാരാമീറ്ററൈസേഷനിൽ പറഞ്ഞത്. ഓക്കെ, അതായത് ഞാനിപ്പം
ഈ ഒരു ടിയുടെ വാല്യൂ ഇസഡ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് ഗാമ എന്ന് പറയുന്ന ആളെ കിട്ടുന്നത്. സോ ഇസഡിന് പകരം ഞാനവിടെ ഇസഡ് ഈക്വൽ ടു ടിയുടെ ഒരു ഫംഗ്ഷനായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഡി ഇസഡ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ ഇസഡ് ആണ് വേരിയബിൾ, സോ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഡി ഇസഡ് കിട്ടും. ഇവിടെ നമുക്ക് ടി ആണ് വേരിയബിൾ, അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഇസഡ് ഡാഷ് ഓഫ് ടി ഇൻ ടു ഡി ടി എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇസഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡി ഇസഡ്. അപ്പോൾ ഇതിന് പകരമായിട്ട് എനിക്കിവിടെ ഡി ഇസഡ് എന്ന് എഴുതാം. അതുപോലെ ഇസഡ് ഓഫ് ടിക്ക് പകരമായിട്ട് എനിക്കിവിടെ ഇസഡ് എന്ന് എഴുതാം. സോ ഇൻറ്റഗ്രൽ ഫ്രം ആൽഫ ടു ബീറ്റ എന്ന് പറയുന്നത് ടി ആണ് ആൽഫ തൊട്ട് ബീറ്റ വരേക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പാരാമീറ്ററൈസേഷനിൽ ഇവിടെ ടി ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളിപ്പോൾ ആ ടീനെ തിരിച്ച് ഇസഡിലേക്ക് തന്നെ മാറ്റി. അപ്പോൾ ഇസഡിലേക്ക് മാറ്റുമ്പം ആൽഫ തൊട്ട് ബീറ്റ വരയ്ക്ക് ടി മാറുമ്പോഴാണ് നമുക്ക് ഗാമ കിട്ടുന്നത്. പക്ഷേ ടിയിൽ നിന്ന് തിരിച്ച് ഞാൻ ഇസഡിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് തിരിച്ച് ഗാമയിലേക്ക് വരും. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഗാമ, ഇതിന് പകരമായിട്ട് ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് നമുക്ക് കിട്ടും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൽഫ ടു ബീറ്റ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇതേ സെയിം കർവ് തന്നെയാണ്. അതായത് ടി എന്ന് പറയുന്നത് ആൽഫ തൊട്ട് ബീറ്റ വരേക്ക് മൂവ് ചെയ്യുമ്പം അത് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന കർവാണ് ഇത്. ഇനി നമ്മൾ ഈ വേരിയബിളിനെ തിരിച്ച് നമ്മുടെ ഇസഡിലേക്ക് തന്നെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ബീറ്റ, അതായത് ടി കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു കർവിനെ നമുക്കിനി വേണ്ട, ആ ഒരു സംഭവം നമുക്കിനി വേണ്ട. അപ്പോൾ നമ്മൾ തിരിച്ചതിനെ ഇസഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. സോ ഇസഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു കർവിനെ ഗാമയായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ബേസിക്കലി കാണിക്കേണ്ടത് ഇൻറ്റഗ്രൽ ഓവർ ഗാമ ഡി ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് പറയുന്നത് 2π മൾട്ടിപ്പിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അതായത് ഈ എച്ച് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2π ആണെന്നാണ് നമുക്കിനി കാണിക്കേണ്ടത്. അപ്പോൾ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതായത് ഇത് ഇൻറ്റഗ്രലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്റഗ്രൽ മാറിയിട്ട് ദാറ്റ് ഈസ് ഇസഡ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിന് ഓക്കെ നൗ അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. അടുത്തത് നൗ കൺസിഡർ അനദർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇ റൈസ് ടു എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഓഫ് ടി മൈനസ് എ, ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഓഫ് ടി മൈനസ് എ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ ഒന്നെടുത്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടു നോക്കാം. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു z dash of t plus z of t minus a into e raised to minus h of t into minus h dash of t. Okay, so which is equal to e raised to minus h of t into z dash of t minus e raised to minus h of t into h dash of t into z of t minus a. തൊട്ട് മുന്നിലായിട്ട് എച്ച് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇസഡ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എച്ച് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. സോ ഇസഡ് ഡാഷ് ഓഫ് ടി നമുക്ക് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ഓഫ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇത് രണ്ട് സെയിം വാല്യൂ ആണ്. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ എന്ത് മാറ്റിയിട്ട് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കവിടെ അതേ സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ടിയുടെ വാല്യൂ ഞാൻ ആൽഫ തൊട്ട് ബീറ്റ വരേക്കുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് ഇ റേസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എച്ച് ഓഫ് ആൽഫ ഇൻറ്റു ഇസഡ് ഓഫ് ആൽഫ മൈനസ് എ എന്ന് നമുക്ക് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു
നമ്മൾ തൊട്ട് മുന്നിൽ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്ത കൂട്ടത്തിൽ തന്നെ എച്ച് ഓഫ് ആൽഫയും എച്ച് ഓഫ് ബീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടായിരുന്നു. എച്ച് ഓഫ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം ആൽഫ ടു ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. സോ ഇവിടെ നമുക്ക് e⁻0 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി പോകും. ദാറ്റ് ഈസ് ഇസഡ് ഓഫ് ആൽഫ മൈനസ് എ എന്നാണ് അവസാനം നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് e⁻⁻h ഓഫ് ടി ഈക്വൽ ടു ഇസഡ് ഓഫ് ആൽഫ മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് ഓഫ് ടി മൈനസ് എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റെസിപ്രോക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മൈനസിനെ നമുക്ക് മാറ്റി കിട്ടാം. ദാറ്റ് ഈസ് e⁻h ഓഫ് ടി ഈക്വൽ ടു ഇസഡ് ഓഫ് ടി മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് ഓഫ് ആൽഫ മൈനസ് എ എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ടിക്ക് പകരമായിട്ട് ഞാൻ ബീറ്റ കൊടുക്കുകയാണെങ്കിൽ e⁻h ഓഫ് ബീറ്റ ഈക്വൽ ടു ഇസഡ് ഓഫ് ബീറ്റ മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് ഓഫ് ആൽഫ മൈനസ് എ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിലായിട്ടാണ് നമ്മുടെ ടി കിടക്കുന്നത്. അത് നമ്മൾ ഇസഡ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കർവാണ് നമ്മളുടെ ഗാമ. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ ആൽഫ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇസഡ് ഓഫ് ആൽഫയുടെ വാല്യൂ എന്ത് തന്നെയാണോ അവിടെ തന്നെയായിരിക്കും നമ്മൾ തിരിച്ചെത്തുന്നത്. അതായത് ഇസഡ് ഓഫ് ആൽഫയുടെ വാല്യൂം ഇസഡ് ഓഫ് ബീറ്റയുടെ വാല്യൂം സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ രണ്ട് വാല്യൂം സെയിം ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്പൊണൻഷ്യലിൻ്റെ വാല്യൂ, സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ e⁻ ഫംഗ്ഷൻ ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എക്സ്പൊണൻഷ്യലിൽ എന്ത് വാല്യൂ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് 1 കിട്ടുന്നത്? e⁻0 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സപ്പോസ് 2πi എടുക്കുകയാണെങ്കിൽ നമുക്ക് cos 2π പ്ലസ് ഐ സൈൻ 2π നമുക്ക് കിട്ടും. സോ ഇത് 0 ആയി, ഇത് 1 ആയി. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ e⁻4πi ആണെങ്കിലും cos 4π പ്ലസ് ഐ സൈൻ 4π. അപ്പോൾ സൈനിൻ്റെ വാല്യൂ അവിടെയും 0 ആയിപ്പം കോസിൻ്റെ വാല്യൂ അവിടെയും 1 തന്നെയായിരിക്കും. അപ്പോഴും നമുക്ക് 1 തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് എക്സ്പൊണൻഷ്യൽ നമുക്ക് 2πയുടെ എന്ത് മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് h ഓഫ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πiയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ബേസിക്കലി കാണിക്കേണ്ടതും അതുതന്നെയായിരുന്നു. h ഓഫ് ബീറ്റ എന്ന് പറയുന്നത് 2πiയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നാണ് കാണിക്കേണ്ടിയിരുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്.